ഹായ് ഗായ്സ്. അപ്പോൾ ഒരു ആഹ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ വിഷമിപ്പിച്ച ഒരു കാര്യം ഉണ്ടായി. 1.5 വയസ്സായ ഒരു കുട്ടി. അപ്പോൾ അവൻ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ഞാനൊരു ചർച്ചിൽ പോകും. അപ്പം അവിടെ പോകുമ്പോൾ ചില സമയത്ത് അവിടെ എൻ്റെ നിയറായിട്ടുള്ള അടുത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഒരു 1.5 വയസ്സായ ഒരു പെൺകുട്ടി. 1.5 2 വയസ്സ് കാണുമായിരിക്കും. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ഒരു നമ്മളൊരു ഫെദർ നമുക്കൊരു ഭാരം കുറയുന്ന പോലെ മാലാഖമാരാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിന് മെയിൻ റീസൺ നമ്മൾ അമ്മമാർ തന്നെയാണ്. ഒരു കാര്യം ഞാനിങ്ങനെ ഒരുപാട് വീടുകളിൽ പോകാറുള്ളതിൽ വെച്ച് മനസ്സിലാക്കിയത്, കേരളത്തിൽ ഇപ്പോൾ കുടിയന്മാരല്ല കുടിച്ചികളും ഉണ്ട്. അതൊരു ഒക്കേഷണലി ഓക്കെ, പക്ഷേ അതൊരു സ്ഥിരം നമ്മുടെ ജീവിതത്തിൽ ആൽക്കഹോൾ ഒരു പരിധിയിൽ കൂടെ ആകുമ്പോൾ നമ്മളിൽ ഒരു മൃഗീയത വരും. ഈ മാതൃഭാവം അവിടെ നിന്ന് പോകും. ആൻഡ് സെക്കൻഡ് തിങ്, ഞാൻ ഈ ഇടയ്ക്കൊരു സിനിമ കണ്ടു, മഹായാനം. അതിനകത്ത് സീമ ചേച്ചിയും മമ്മൂക്കയും ഉണ്ട്. അപ്പോൾ സീമ ചേച്ചി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ സീമ ചേച്ചി മമ്മൂക്കയോട് പറയുന്നുണ്ട്, പുഴയിലൂടെ തോണിയിൽ ഒരു സ്ത്രീയെ പൂവൊക്കെ വെച്ചിട്ട് ഒരു പുരുഷനും കുട്ടിയും കൂടെ പോകുമ്പം ഇങ്ങനെ ഉത്സവം കാണാൻ പോകാൻ എനിക്ക് താല്പര്യമുണ്ട്. എത്ര വലിയ മാസ്ക് വെച്ചാലും, എത്ര വലിയ ധീരത തന്നാലും, എത്ര കള്ളത്തരം കാണിച്ചാലും, ആരെയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്. പിന്നെ ചിലരെല്ലാം തിക്ത അനുഭവങ്ങൾ കൊണ്ട് മാറി ചിന്തിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റയ്ക്കാക്കപ്പെടുന്ന സ്ത്രീകൾ അവർ ട്രൈ ചെയ്യുന്നത് ഒരു കൂട്ട് കണ്ടുപിടിക്കാനാണ്. ഞാനൊരു പഴയ മനസ്സിൻ്റെ ഉടമയാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഒരു നല്ല സ്ത്രീയെ, നമുക്ക് കുറച്ച് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുമ്പോൾ നമ്മുടെ കുട്ടിയും പിടിച്ചിറങ്ങുക, അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഒറ്റയ്ക്കുള്ള സ്ട്രഗിൾ തുടങ്ങുക. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ ദുരിതമെല്ലാം ആ കുട്ടി കണ്ട് കഷ്ടപ്പെട്ട് അവസാനം ക്യാൻസറും സ്ട്രോക്കും വന്ന് നമ്മൾ ഒടുങ്ങുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുമ്പോഴല്ല ഒരു സ്ത്രീയെ സ്മാർട്ടാണ് നമ്മൾ പറയത്തില്ലേ, അവിടെ ആണോ ഒരു സ്ത്രീ വിജയിക്കുന്നത്? മറുവശത്ത് നിൽക്കുന്ന എത്ര ക്രൂരനായ മനുഷ്യനാണെങ്കിലും അവനെ കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ അവൻ്റെ കുഞ്ഞാണെന്ന് അവൻ്റെ കുട്ടിയാണെന്ന് മനസ്സിലാക്കി അവനെ കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ ആണ് ഒരു സ്ത്രീ വിജയിക്കുന്നതെന്ന് എൻ്റെ പഴയ മനസ്സ് ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പല കള്ളത്തരങ്ങളും പറഞ്ഞ് ആത്മഹത്യാ ഭീഷണി മുഴക്കി പലരെയും സ്വന്തമാക്കുമ്പോഴല്ല നമ്മൾ സാമർത്ഥ്യക്കാരാവുന്നത്. നമ്മുടെ മുമ്പേ ഉള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ഉപേക്ഷിച്ചു പോയ ആൾക്കാർ പരിമിതികളുള്ള ആൾക്കാരാണ്, സ്വഭാവ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അവരെ നമ്മുടെ കുഞ്ഞിലേക്ക്, ഒരു കുട്ടിക്ക് അപ്പനെ നേടിക്കൊടുക്കുന്നതിലും വലുതാണോ നമുക്കൊരു കാമുകനെ കണ്ടെത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എല്ലാവരും സ്ത്രീകളാണ്, എല്ലാവരിലും നമ്മളൊക്കെ പെണ്ണുങ്ങളാണല്ലേ. സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് അവളിൽ ഇണചേരാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ കുത്തി നിറച്ചിട്ട് തന്നെയാണ്. അതെവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്ര സപ്രസ് ചെയ്താലും വരും. അതിനെ ചെയ്യിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഞാൻ ചിലയിടങ്ങളിൽ കണ്ടിട്ടുള്ള ചില അമ്മമാർ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പെൺകുട്ടികൾ തിരിച്ചു വരുന്നവരെ വീട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. നമ്പർ 1. നമ്പർ 2, നമ്മൾക്ക് മനസ്സിലാവാതെ പോകുന്നൊരു കാര്യമുണ്ട്. പുരുഷൻ അപ്പോൾ അവൻ വീരനാണ്, ശൂരനാണ്, പരാക്രമശാലിയാണ്. നമ്മളോ വള്ളിയും. പടരാനും സ്നേഹം ഒരുപാട് ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നതും ചന്ദ്രേട്ടൻ എവിടെ,
ഈ ടൈപ്പുമാണ്. അപ്പോൾ ഇത് തമ്മിൽ മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പലയിടത്തും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഞാൻ ഒരു ദിവസം ഒരു 100 ഫോൺ കോള് വിളിക്കുന്ന ഒരാളെ കിട്ടാൻ 100 ഫോൺ കോൾ വരെയും വിളിച്ചിട്ടുള്ള അത്ര ക്ഷമിച്ച ഒരാളാണ്. ഒരു 10-15 വർഷം ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് ജീവിതത്തിൽ വേറെ എൻ്റർടൈൻമെൻറ്റുകളൊന്നുമില്ലാതെ പഴമനസ്സുകൾക്ക് അങ്ങനെ പറ്റുള്ളായിരിക്കും. കാരണം ഇനി ഒരാൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉപദ്രവിക്കപ്പെടുമോ കുഞ്ഞ്, അല്ലെങ്കിൽ അവൻ്റെ ഇപ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് CBSE സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വളരെ സ്പോർട്സിലും ഒക്കെ നന്നായിട്ട് ചെറിഷാവുന്ന കുട്ടികൾ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആകുമ്പോൾ വേറൊരു സിലബസിലേക്ക് പോകുന്നതും ഇതിൽ നിന്നൊക്കെ മാറ്റപ്പെടുന്നതും കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോകുന്നതും. സോ ഞാൻ ചിന്തിച്ചത് ലൈക്ക് ഒരു അടുത്തൊരു തലമുറ ഇവരിലൂടെയാണ്. സോ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരേണ്ട കടമ നമുക്കുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് മാരേജ് ഡീപ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഏറെക്കുറെ 38-35 വയസ്സാകുമ്പോൾ നമ്മൾ യൂട്രൈൻ ക്യാൻസറിലേക്ക് എത്തുന്നെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഒരു നല്ല പങ്കാളി ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ ആ ഒരു വഴിയിലേക്ക് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ സ്ട്രഗിൾസും കാണിച്ച് വളർത്തുന്നതിന് പകരം കുറച്ചൊന്ന് താന്നാൽ ഒരു പക്ഷേ ഒരപ്പൻ ഒരു കുട്ടിക്ക് ഒരു അച്ഛൻ ഒരമ്മ അത് വലിയൊരു അസറ്റ് തന്നെയാണ്. അപ്പം ഇത് ഒരു റീസണാണ്. ഈ ഒരു സ്ത്രീയെ ആൽക്കഹോൾ യൂസ് ചെയ്യാനും അവൾക്ക് ഈ പറയുമ്പോൾ ഒരു കെയറും ഷെൽട്ടറും ഒന്നും കിട്ടാതാവുമ്പോൾ മാതൃത്വം അവിടെ സെക്കൻഡറി ആകുന്നു. അതുകൊണ്ടല്ലേ കൊല്ലാൻ മാറി നിന്ന് കൊടുത്തത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരിൽ ഈ ഇങ്ങനെ ഒരു പുരുഷനാൽ സ്നേഹിക്കപ്പെടാൻ ഉള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പല വഴികളും വളരെ ക്രൂരമായി സംസാരിക്കുകയും വളരെ ക്രൂരമായി ഇടപെടുകയും. അപ്പം എനിക്ക് അങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ളത്, നമ്മളൊരാളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ നമ്മളൊരാളെ ത്രട്ടൺ ചെയ്തോ നേടിയെടുക്കേണ്ടതല്ല സ്നേഹം. ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. ലൈക്ക് ഞാൻ കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ പോയ സ്ഥലത്ത് എല്ലാവരും സാമ്പത്തികമായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടവർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ പുറകിലോട്ടായിപ്പോയി. അപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്, ഞാൻ ഒരാൾ ഈ എൻ്റെ സാമ്പത്തിക ലൈക്ക് എൻ്റെ സാമ്പത്തികം നോക്കിയിട്ടല്ല ഒരാൾ എന്നിലേക്ക് വന്നതും. ആൻഡ് വി ത്രീ ആർ പ്രൗഡ് ദാറ്റ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന പുരുഷന്മാരൊന്നും സ്ത്രീധനം ചോദിച്ചു വന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ കൈ കൊടുത്തു വിടുമല്ലോ, അത്രയേ ഉള്ളൂ. ഐ എം പ്രൗഡ് ദാറ്റ്. ഇവിടെ എന്തൊക്കെയോ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇത് ഒരു വേറൊരു റീസണാണ്. അപ്പോൾ നല്ല വെളിവും ബുദ്ധിയുള്ള അമ്മമ്മമാർ വീട്ടിലുണ്ടാവും. അവർക്ക് ഈ മക്കളുടെ അമ്മമാരാകാം. അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നേടിയെടുക്കാം. ഇനി സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരെ ഞാൻ കാണുന്നുണ്ട്. ആ പൈസ കൊണ്ട് മാത്രം. ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ സുഖസൗകര്യങ്ങൾ തേടി പോകുമ്പോൾ കുറച്ചൊക്കെ സുഖസൗകര്യങ്ങളെന്നല്ല അതിനെ പറയേണ്ടത്, ബേസിക് നീഡ്സ് തന്നെയാണ്. ഈ ചിലർ പറയുന്ന കണ്ടിട്ടുണ്ട്, അവിടെ നിന്ന് കളഞ്ഞിട്ട് ഇതാ വന്ന് നിൽക്കുന്നു. ഇവരൊക്കെ അടുത്തത് ഇങ്ങനെയൊക്കെയുള്ള ലോക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ കടന്നുപോയ ഭീകരതയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. സോ നാളെ നിങ്ങളുടെ മുമ്പിലും ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഒപ്പീനിയൻസ് പറയാതിരിക്കുക. അപ്പം ഇത് വേറൊരു ഫാക്റ്റാണ്. പിന്നെ മൊബൈൽ ഫോൺസിൻ്റെ ഇപ്പോൾ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ച് ഭൂമിയിൽ നിന്നില്ലാതാക്കിയ ആ മനുഷ്യൻ കൂട്ടുനിന്ന സ്ത്രീയും അവരെ ശ്രദ്ധിച്ചാൽ, അവരുടെ പരിസരങ്ങളിൽ അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ട്
എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിലെ കാര്യകാരണങ്ങളെന്ന്. അപ്പോൾ ഒരു ആശാ വർക്കർക്ക് ഇതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സെക്കൻഡ് മാരേജ് കഴിഞ്ഞൊരു വീട്ടിലേക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അംഗൻവാടി ടീച്ചറിനും ആശാ വർക്കറിനും ഇത് നന്നായിട്ട് നിരീക്ഷിക്കാൻ പറ്റും. ഒരിക്കലും സ്വന്തം അപ്പന് സ്വന്തം കുഞ്ഞുങ്ങളോടുണ്ടാകുന്ന സ്നേഹം, സ്വന്തം അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളോടുണ്ടാകുന്ന സ്നേഹം വേറൊരാൾക്ക് അത്രയും ഉണ്ടാവും ഇല്ലെന്നല്ല, എനിക്കതിനോട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം ആൽക്കഹോളിക്കല്ല, പീഡോഫിലിക്കല്ല, കുട്ടികളെ പീഡിപ്പിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലാത്ത മനുഷ്യരാണെങ്കിൽ ചില മാനുഷിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാതാവുന്നത്. തീർത്തും നിൽക്കാൻ പറ്റാതായാൽ അത് ഉപേക്ഷിക്കുന്നതിന് പകരം അവിടെ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുക. ആശാ വർക്കറെ വിളിക്കുക. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആശാ വർക്കറെ വിളിക്കുക. പോലീസുകാരുടെ സഹായം തേടിയിട്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നമ്മളെ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നതോറും ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അകപ്പെടുക. അപ്പം ഞാൻ അത്യാവശ്യം സാമർഥ്യമുള്ളൊരു സ്ത്രീയാണ്. എനിക്ക് വേണമെങ്കിൽ ഈ കഴിഞ്ഞ 15 ഇയേഴ്സ് എനിക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അവിടെ എൻ്റെ പഴമനസ്സ് ചിന്തിച്ചത് ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, തിരിച്ച് മകന് അമ്മയോടുള്ള സ്നേഹം ആവശ്യപ്പെടുന്നത് എൻ്റെ തനിച്ചുള്ള ജീവിതമാണെങ്കിൽ ഐ ലവ് ടു സീ ഈ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് തടസ്സപ്പെടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സോ ഇവിടെ 2 അമ്മയും മകനും ഉണ്ട് ഒരു ജീവിതത്തിൽ, അല്ലേ? 2 അമ്മയും മകനും. അപ്പോൾ ആ 2 പേർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ തൽക്കാലം ഒന്ന് മാറി നിന്ന ശേഷം നമുക്ക് അപ്പോൾ നമ്മൾ കുറേ പഠിക്കും ആ സമയം കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഒരുമിച്ച് പോവാം. അതിപ്പോൾ 14-15 ഇയേഴ്സൊക്കെ ആണെങ്കിൽ ബുദ്ധിമോശം കാണിക്കേണ്ട എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് മാറി നിൽക്കാം. മാറി നിന്ന് 2 പേർക്കും കൂടി കുട്ടിയെ വളർത്തിയെടുക്കാം. അപ്പോൾ എന്നിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാം. ഇനി സ്ത്രീകളോട് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഹസ്ബൻഡുള്ള സ്ത്രീകൾ അതില്ലാത്തവരെ ഒരു അപശകുനമായി കാണുന്നതും ഉള്ളതെന്തോ ഒരു വലിയ കാര്യമെന്ന രീതിയിൽ അങ്ങനെ കാണാതിരിക്കുക. അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരാതിരിക്കണമെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, 1, സ്ത്രീകൾ ആൽക്കഹോളിക് ആകാതിരിക്കുക. സെക്കൻഡ് തിങ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ വിജയിക്കുന്നത് തനിയെ ഒരു കുട്ടിയെയും കൊണ്ട് പുറത്തു പോകുന്ന എല്ലാ സ്ട്രഗിളും നമ്മൾ അനുഭവിച്ച് പലരാലും ചതിക്കപ്പെട്ട് പല രോഗങ്ങളുമായി ഇതെല്ലാം കണ്ട് വളരുന്ന ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിലല്ല ഒരു സ്ത്രീയുടെ വിജയം. നമ്മൾക്ക് പറ്റുമെങ്കിൽ ആ കുട്ടിക്ക് അതിൻ്റെ ബയോളജിക്കൽ സ്വന്തം അപ്പനെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ വിജയം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും. 100ഓളം ഫോൺ കോൾ ഒരു ദിവസം വിളിക്കേണ്ടി വരും. ജോലിയും വീടുമായി നമുക്ക് ഒതുങ്ങേണ്ടി വരും. നമ്മുടെ അസുഖങ്ങൾ കണ്ടില്ല എന്നടിക്കേണ്ടി വരും. നമ്മുടെ യാത്രകൾ, നമ്മുടെ സുഖ സൗകര്യങ്ങൾ, പിന്നെ ക്യാൻസറിനെയും ഷുഗറിനെയും സാമ്പത്തിക പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. ഇതൊക്കെ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ ഒതുക്കാൻ പറ്റിയാൽ നമ്മൾ സക്സസ്സായി. നീണ്ടു പോവുകയാണെങ്കിൽ അപ്പം പിന്നെ വേറൊരു സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാം. അത് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാവണം. നമ്മൾ വളരെ ആലോചിച്ച് ഒരു വ്യക്തിയുമായിട്ട് ഇപ്പം നിങ്ങൾക്കൊരു സെക്കൻഡ് ഓപ്ഷൻ വരുന്ന ഒരു പുരുഷന് വളരെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. ആ സ്നേഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അവർ കുട്ടികളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാൻ അവർക്ക് പറ്റും.
അവരുടെ നോട്ടം നിങ്ങളിലേക്കും നിങ്ങളുടെ വരുമാനത്തിലേക്കും മാത്രമാവും. ഇനി ഒരു സ്ത്രീയാണെങ്കിൽ തിരിച്ച് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമായിരിക്കും. അവൾക്ക് കിട്ടാൻ പോകുന്ന അവിടെ തഴയപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ്. നമുക്ക് ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം? കുഞ്ഞുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇപ്പോൾ ഒരു സെക്കൻഡ് ലൈഫ് ആഗ്രഹിക്കുന്നത് വലിയ പാപം എന്നല്ല, അത് വേണം. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ അറ്റ് ദ എൻഡ് ക്യാൻസറിലേക്ക് പോകുന്നുണ്ട്. നല്ലൊരു കെയർ നമുക്ക് കിട്ടാതാവുമ്പോഴും നല്ലൊരു സന്തോഷകരമായ ലൈഫ് ഇല്ലാതാവുമ്പോഴും ഫിസിക്കൽസ് ഇല്ലാതാവുമ്പോഴും ഒക്കെ വരും നമുക്ക് ഇങ്ങനത്തെ ഉള്ള അസുഖങ്ങൾ. അപ്പോൾ അത് നല്ലതാണ്, പക്ഷേ അത് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. നാളുകളെടുത്ത് വേണം അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട് മാത്രം. സെക്കൻഡ് പാർട്ടിൽ കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ബൈ.